ഹലോ ഗൈസ്, ഇന്ന് നമ്മൾക്ക് ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള ഒരു വട ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ഗ്രീൻ പീസ് എടുക്കുക. അതിലെ വെള്ളം വാർന്നു പോകാനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക. അതിനുശേഷം കറിവേപ്പില, വറ്റൽമുളക്, ഇഞ്ചി, പെരിഞ്ചീരകം, സവാള എന്നീ എല്ലാം എടുത്ത് കട്ട് ചെയ്ത് വയ്ക്കുക. ഗ്രീൻ പീസിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ബാക്കി സാധനങ്ങളും അതേപോലെ തന്നെ അരച്ചെടുക്കുക. ഞാനിങ്ങനെ മിക്സിയിലെല്ലാം നന്നായിട്ട് അരച്ചിട്ടാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ കറിപ്പത്തയും ഈ വറ്റൽമുളകൊക്കെ കട്ട് ചെയ്തിടുമ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല. വടയുടെ ഇടയിൽ അത് വന്ന് ഇരിക്കും. അപ്പോൾ നല്ല ഷേപ്പിന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാനെല്ലാം അരച്ചാണ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട്. നമുക്കപ്പോൾ അത് നല്ല ഷേപ്പിന് പരത്തി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലതായിട്ട് നമ്മുടെ പാകത്തിന് വന്നിട്ടുണ്ട് വടയൊക്കെ. നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. പൊട്ടിപ്പോകാതെ നല്ല രീതിയിൽ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കാം. ഇനി നമുക്കൊരു ചൂട് ചായയും കൂടി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വടയും ചായയും സൂപ്പറായിട്ടിരുന്ന് കഴിച്ച് നോക്കിയാലോ. 4 മണി പലഹാരം ഞങ്ങളുടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.